രാഹുലെ, യു ഡി എഫിലെ മുഖ്യമന്ത്രി ചർച്ചകളും തർക്കങ്ങളും ഫ്ലെക്സി യുദ്ധങ്ങളും ഒക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഈ നമുക്ക് വാർത്തകളുമാണ്. പക്ഷേ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഒരു അസ്ഥാനത്തുള്ള തമാശ ഇന്നിപ്പോൾ വൈറലായി കയറുന്നിപ്പുണ്ട്. അതായത് മുഖ്യമന്ത്രിമാർക്ക് ഇരിക്കുവാനായിട്ട് ഒരു കസേര പോരാ, യു ഡി എഫിൽ ഒരു നീളൻ ബെഞ്ച് തന്നെ വേണമെന്നാണ് കെ ബി ഗണേഷ് കുമാർ പരിഹസിച്ചിരിക്കുന്നത്. എന്താണ് കെ വി ഗണേഷ് കുമാർ വരെ പരിഹസിക്കുന്ന അവസ്ഥയിലേക്കായോ? ആദ്യമേ അദ്ദേഹത്തിൻ്റെ സ്വന്തം കസേര സംരക്ഷിക്കണം. അതിനുശേഷം യു ഡി എഫില് ബെഞ്ചോ ഡെസ്കോ യു ഡി എഫ് കാര്യം തീരുമാനിക്കുന്നേ. കാരണം മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ തീരുമാനിക്കുന്നതല്ലോ. ഇപ്പോൾ LDF 3.0 വരുവാണെന്ന് വെച്ചോ, അവിടെ പിണറായി അല്ലാതെ വേറെ ഏത് പേരാണുള്ളത്? പേര് പറയാനില്ലാത്തത് കൊണ്ടല്ലോ, ഒരാളുടെ പോലും പേര് പറയാനില്ല. യു ഡി എഫിലേക്ക് വരുമ്പോൾ യു ഡി എഫിൽ പറയാൻ ഒരുപാട് പേരുകളുണ്ട്. അത് യു ഡി എഫിൻ്റെ ഒരു ഗുണമല്ലേ? അല്ലാതെ ഇപ്പോൾ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ആദ്യമേ ഗണേഷ് കുമാർ സ്വന്തം കസേര സംരക്ഷിക്കണം. ഇപ്പോൾ ഇന്ന് തൊട്ട് രാവിലെ തൊട്ട് എല്ലാ മാധ്യമങ്ങളും ഓരോരുത്തർ ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത്, എനിക്ക് അങ്ങനെ ഭയമൊന്നുമില്ല, 25 വർഷത്തെ എൻ്റെ പരിശ്രമമാണ് പത്തനാപുരം മണ്ഡലം, അതുകൊണ്ട് ഞാൻ പടക്കമൊന്നും പൊട്ടിക്കാറില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പറച്ചിൽ. അതേപോലെ തന്നെ ഇപ്പുറത്തെ വശത്ത് മറ്റൊരാൾ കോൺഫിഡൻറ്റോടെ നിൽപ്പുണ്ട്. അയാളെ നമ്മൾ ചെറുതാക്കി കാണരുത്. ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽവി അറിഞ്ഞതിന് ശേഷം ആ മണ്ഡലം വിട്ടുപോകാതെ പിറ്റേ ദിവസം രാവിലെ മുതൽ പത്തനാപുരം മണ്ഡലത്തിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി പോയൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം 5 കൊല്ലം അവിടെ നിന്നത്, അദ്ദേഹം 5 കൊല്ലം അവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു രാഷ്ട്രീയപരമായിട്ട്. ഇപ്പോൾ 5 കൊല്ലം അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായത് കൊണ്ട് വോട്ട് കൊടുക്കാമെന്ന് കരുതുന്ന കുറച്ച് പേരുണ്ടാകാം. ഈ 5 കൊല്ലം ഈ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിന് ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് അനുകൂലമായിരുന്നു എന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, NSSമായിട്ടുള്ള വിഷയം. അത് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരോ കൊണ്ടുവന്ന വിഷയമല്ല, അത് MLA തന്നെ കൊണ്ടുവന്നുള്ള വിഷയമാണ്, അല്ലെങ്കിൽ മന്ത്രി തന്നെ കൊണ്ടുവന്ന വിഷയമാണ്. പത്മകഭയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പത്മകഭ എന്ന് പറയുന്ന NSSൻ്റെ താലൂക്ക് യൂണിയനിരുന്ന ഓഫീസ് പുതുക്കി പണിഞ്ഞിട്ട് ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് തീരേണ്ടത് 4-4.5 കോടിയായപ്പോൾ ഈ 13 പേരും കൂടെ 13 അംഗ കമ്മിറ്റിയും കൂടെ ഗണേഷ് കുമാറിനെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ ക്ഷുഭിതനായിട്ടുള്ള ഗണേഷ് കുമാർ, അത് ഇത്രയും കാലം താൻ ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ അനുസരിച്ചാൽ മതി, താൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിക്കണ്ടാൽ മതി എന്ന് പറഞ്ഞ ഗണേഷ് കുമാറിനെ ചോദ്യം ചെയ്തുള്ള ക്ഷുഭിതം അത് അദ്ദേഹം തീർക്കുന്നു. അവസാനം അദ്ദേഹത്തിനെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്ന് പോലും പുറത്താക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം, അതായത് ഇതിനു മുന്നത്തെ വർഷങ്ങളിലെല്ലാം ഗണേഷ് കുമാർ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് എല്ലാ കരയോഗങ്ങളിലും പോയിരുന്നു. എന്തുകൊണ്ടാണ്? താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയതുകൊണ്ട് എല്ലാ കരയോഗങ്ങളും നടക്കുമ്പോഴും അവിടെ എല്ലാം ചെന്ന് കയറാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കൊല്ലം അതില്ലായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉന്നയിച്ച വിഷയം കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നതല്ല, പീഡന വിഷയമാണ്. തൻ്റെ കട്ടിലിൽ മറ്റൊരു സ്ത്രീയുമായിട്ട് ഗണേഷ് കുമാറിനെ കണ്ടു എന്ന് പറയുന്ന വിഷയം, അത് ജ്യോതികുമാർ ചാമക്കാലയോ ഇവിടുത്തെ കോൺഗ്രസ്സുകാരോ ഒന്നും കൊണ്ടുവന്നതല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉന്നയിച്ച വിഷയമാണ്. ആ ഭാര്യയാണ് പിന്നീട് കേസൊന്നുമില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇവിടുത്തെ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. നമ്മളാരെങ്കിലോ അല്ലെങ്കിൽ ഇവിടുത്തെ UDFകാരോ കോൺഗ്രസ്സുകാരോ ജ്യോതികുമാർ ചാമക്കാലോ ഒന്നും അല്ലല്ലോ പറഞ്ഞത്. ഇതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹത്തിന് നെഗറ്റീവായത് വന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഉണ്ടാക്കിയ വിഷയമാണ്. സുരേഷ് ഗോപിയുമായിട്ടുള്ള വിഷയം, സുരേഷ് ഗോപിയെ കളിയാക്കിയതാരാണ്? അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പുതിയതായിട്ട് വന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള പ്രസ്താവനകൾ. ഇപ്പോൾ സുരേഷ് ഗോപിയെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചൊരു പ്രസ്താവന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ആരാധകരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ച വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തകരെ ചൊടിപ്പിച്ച വിഷയം എന്ന് പറയുന്നത്, സുരേഷ് ഗോപി ഇപ്പോഴും പഴയ IPS കമ്മീഷണർ സിനിമയിലെ ആ തൊപ്പിയും ലാത്തിയും തൻ്റെ വണ്ടിയിൽ കൊണ്ടു നടക്കുന്ന ആളാണ് എന്ന് പറഞ്ഞത് ഗണേഷ് കുമാറാണ്. എരന്ന് വാങ്ങിയതാണ്. എന്നിട്ട് പത്തനാപുരത്ത് വെച്ചിട്ട് ഗണേഷ് കുമാർ ഇവിടെ സുരേഷ് ഗോപി ആദ്യമായിട്ടാണ് പത്തനാപുരത്ത് വരുന്നത് എന്ന് പറയുമ്പോൾ അടുത്ത പ്രസംഗത്തിൽ സുരേഷ് ഗോപി പറയുന്നുണ്ട്, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്നത് പോലെ ഗണേഷ് കുമാറിൻ്റെ ആദ്യമായിട്ട് ഇവിടെ മത്സരിക്കുമ്പോൾ വോട്ട് ചോദിക്കാൻ വന്നതും ഞാൻ തന്നെയാണ്, രണ്ടാമത് മത്സരിക്കുമ്പോഴും ഞാൻ തന്നെയാണ് വന്നത്. രണ്ടാമത് മത്സരിക്കുമ്പോൾ ഞാൻ ഓപ്പൺ ജീപ്പിലാണ് നട്ടുച്ച പൊരി വെയിലത്ത് നിനക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ വന്നത്, അതുകൊണ്ട് ഈ മുഖം ഓർമ്മയിൽ വെച്ചോ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇതെല്ലാം അവിടുത്തെ പ്രവർത്തകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ പ്രവർത്തകരാണെങ്കിൽ പോലും കഴിഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതലും ഗണേഷ് കുമാറിനെതിരെ ഉണ്ടായിരുന്ന ആരോപണം എന്ന് പറയുന്നത് BJPയുടെ വോട്ടുകൾ
കൃത്യമായിട്ട് സെറ്റിൽമെന്റ് നടത്തി ഗണേഷ് കുമാറാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നതെന്നാണ്. NSS അവിടെ ഒരു ഫാക്ടറായിട്ട് ബാധിച്ചിട്ടുണ്ട് ഗണേഷ് കുമാറിനെ. അതേപോലെ തന്നെ മറ്റിതര സംഘടനയിലുള്ള വിഷയങ്ങളും ഗണേഷ് കുമാറിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൊതുബോധം 5000 സ്ത്രീകളുമായിട്ടുള്ള പ്രണയം എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം അവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഗണേഷ് കുമാർ അത് മാറ്റി പറഞ്ഞിരുന്നല്ലോ. 5000 പ്രണയങ്ങൾ എന്ന് പറഞ്ഞത് സ്ത്രീകൾ മാത്രമല്ല, പൂക്കളുണ്ട്, പ്രകൃതിയുണ്ട്, ആനകളുണ്ട്, വാഹനങ്ങളുണ്ട്, ഇതെല്ലാം കൂടി കൂട്ടിയാണ് അദ്ദേഹം 5000 പ്രണയം. അത് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ വായിൽ നിന്നും പോയി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആ പത്രപ്രസ്താവന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഭാര്യ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഒരിക്കലും ചിന്തിച്ച് കാണത്തില്ല. അത് വലിയൊരു വിഷയമായിട്ട് സമയത്ത് ഇതുപോലെ വൃത്തിയോട് കാണിക്കാൻ പോയോണ്ടല്ലേ ഭാര്യ നിൽക്കേണ്ടി വന്നത്. അതെ. പിന്നെ എന്താണെങ്കിലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗണേഷ് കുമാർ എപ്പോഴും ഉന്നയിക്കുന്നത്, ഇവിടുന്ന് ഒരു 50 മീറ്റർ മുന്നേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്നാണ്. പക്ഷേ എടുത്തു പറയുകയാണെങ്കിൽ ഗണേഷ് കുമാർ സ്വന്തമായിട്ട് നടത്തി പ്രാവർത്തികമാക്കിയ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കാണിക്കത്തക്ക വിധത്തിലൊന്നും KSRTCക്ക് ഒരു നല്ല കംഫർട്ട് സ്റ്റേഷൻ പോലും ഇല്ല. അല്ല, ഇപ്പോഴും പഴയ കാലത്തിന്റെ രീതിയിൽ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അല്ല, പത്തനാപുരം KSRTC സ്റ്റാൻഡിൽ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഇല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, പത്തനാപുരം KSRTC എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മോശം സ്റ്റാൻഡും അത് തന്നെയാണ്. ദയവേദി KSRTCയെ പറ്റി ഒന്നും പറയരുത്. കാരണം ഗതാഗത മന്ത്രിയുള്ളൊരു നാടാണ്. ഗതാഗത മന്ത്രിയുടെ ലൈസൻസ് വ്യാജമായിട്ടുള്ളൊരു സംവിധാനമാണല്ലോ. അത് ഗതാഗത മന്ത്രി ഒരിക്കലും കുറ്റം പറയുന്നത്. ഗണേഷ് കുമാർ വേണമെങ്കിൽ കുറ്റം പറഞ്ഞു. ഗണേഷ് കുമാർ ഇപ്പോൾ പത്തനാപുരത്തെ MLA ആണല്ലോ. ആ രീതിയിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് കളിയാക്കും. പക്ഷേ മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് കളിയാക്കുന്നത് അത് വളരെ മോശം പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്താണെങ്കിലും മന്ത്രിക്ക് വേണമെങ്കിൽ തൻ്റെ മണ്ഡലത്തിലെ KSRTC സ്റ്റാൻഡില്ലേ അത് അദ്ദേഹത്തിന് നന്നാക്കാമായിരുന്നു. പക്ഷെ അതിനൊന്നും അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഇല്ല. അദ്ദേഹത്തിന് പുതിയ കാറ് അല്ലെങ്കിൽ പുതിയ ബസ് വാങ്ങിച്ചിട്ട് ഈ ബസ്സിന് ഇത്ര സീറ്റുണ്ട്, ബസ്സിന് ഹോണുണ്ട്, ബസ്സിന് വളയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തിരിച്ചാൽ ബസ് ഇങ്ങോട്ട് വളയും, ഇങ്ങോട്ട് തിരിച്ചാൽ ബസ് അങ്ങോട്ട് വളയും, ബസ്സിന് ഇൻഡിക്കേറ്റർ ഉണ്ട്, ബസ്സിന് കണ്ണാടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ വികാരഭരിതരാക്കാൻ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് ബസ് സ്റ്റാൻഡുകൾ ഉണ്ടാക്കുന്നതിലല്ല ബസ്സുകൾ ഉണ്ടാക്കുന്നതിലാണ് ആഗ്രഹം. അതുകൊണ്ട് ഒരു 7 ബസ് കട്ടപ്പുറത്ത് KSRTC ഉണ്ട് എന്നുള്ള ഒരു വാർത്തയൊക്കെ അല്ല, 7 ബസ് എന്ന് പറയുന്നത് പുതിയതായിട്ട് വാങ്ങിച്ച സ്വിഫ്റ്റ് പുതിയതായിട്ട് വന്നിട്ടുള്ള ബസ്സുകൾ 15 കട്ടപ്പുറത്താണ്. എന്താണെങ്കിലും അദ്ദേഹം ഓടിച്ച് പരിശീലിക്കുക, അത് പഴയതാണ്. ടയർ ഇല്ലാതെ ഓടിച്ച് പരിശീലിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം നവകേരള ബസ് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ട് അത് പിന്നീട് മ്യൂസിയത്തിൽ വെക്കുമെന്ന് പറഞ്ഞു. പിന്നീട് എന്താണ് നമ്മൾ കണ്ടത്? ബാംഗ്ലൂർ ഓടിച്ചു, കട്ടപ്പുറത്ത് വെക്കുന്ന ഒരു ഓടിച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾ. അത് കഴിഞ്ഞ് കട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്താണെങ്കിലും ഈ ചില ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഇപ്പോൾ ഡ്രൈവർമാരാണെങ്കിലും അവർക്ക് ആദ്യമായിട്ടൊരു ഡ്രൈവർ വരികയാണെങ്കിൽ ബസ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും ബസ്സിൽ കയറിയിരുന്ന് കംഫർട്ടബിൾ ആണോ ഓടിച്ചു നോക്കാനൊക്കെ പഠിക്കണ്ടേ. അതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഒരു ഉൽപ്പന്നമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, കട്ടപ്പുറത്തായ ഒരുപാട് ബസ്സുകളുടെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ 2 വിഭാഗവും കോൺഫിഡൻസിലാണ്. ഇപ്പോൾ ഗണേഷ് കുമാർ പറയുന്ന വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ഇതെല്ലാം ഇതിനു മുമ്പിട്ട് 10 കൊല്ലമായി അദ്ദേഹം LDFനോടൊപ്പം വന്നിട്ട് ആ 10 കൊല്ലം മുമ്പിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഇപ്പോഴും ഏറ്റുപറയുന്നത് എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് നാണക്കേടാണ്. അതിനുശേഷം വന്നിട്ടുള്ള 5 കൊല്ലത്തിൽ കേരളത്തിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ള വികസനത്തിൻ്റെ ഭാഗപാത്രമായിട്ടുള്ള സ്കൂളുകളുടെ വികസനമാണെങ്കിലും റോഡുകളുടെ ആണെങ്കിലും കിഫ്ബി വഴി ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള 5 കൊല്ലങ്ങളിൽ അദ്ദേഹത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് ഒരു 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ തോൽക്കുന്നത്. 7,000 വോട്ടുകൾ മാത്രം മതി അദ്ദേഹത്തിന് വിജയിക്കാൻ, ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വിജയിക്കാൻ. ആ ഒരു 7,000 വോട്ടുകൾ കവർ ചെയ്താൽ മതി. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ 2 പേരും വിജയിക്കുമെന്നുള്ള സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഗണേഷ് കുമാറിന് അനുകൂലമായിട്ടുള്ള ട്രെൻഡാണ് എന്നാണ് പറയുന്നത്, ഗണേഷ് കുമാറിന് മുൻതൂക്കം എന്നാണ് പറയുന്നത്. പക്ഷേ ജനവിധി എന്ന് പറയുന്നത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്താണെങ്കിലും നാളെ ജനവിധി കൃത്യമായിട്ടുണ്ടാകും. നമ്മൾക്ക് ഇവിടെ ഇരുന്ന് അയാളാണ് നല്ലത്, ഇയാളാണ് നല്ലത് എന്നുള്ള ചർച്ചകൾ ചെയ്യാം. പക്ഷേ ജനങ്ങളാണ് അൾട്ടിമേറ്റ് തീരുമാനിക്കുന്നത്. നാളെയാണ് ജനവിധി. നാളെ അറിയാം പത്തനാപുരത്ത് ആര് തൂക്കുമെന്ന്.